എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും താഴെ ഗസ്റ്റ് റൂമിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നതാണ്. നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കാതെ തന്നെ ഈ യോഗം നടത്തണം എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. യോഗം ഉടനെ ആരംഭിക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ പുറത്തുള്ളവർ അകത്ത് കടന്നിരിക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ആദരണീയനായ ഡോക്ടർ കെ ഡി ജോർജ് സാറ്, ഡോക്ടർ വിനോദ് കത്തോലിക്കൽ എന്നിവരെല്ലാം ഇവിടെ ഈ വേദിയിൽ കടന്നുവരുന്നു. പുസ്തക പ്രകാശന സമ്മേളനം സമാരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീനാരായണ സഭാ സമിതിയുടെ ആദരണീയനായ പ്രസിഡന്റ് എൻ.ഡി. പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തെ അധ്യക്ഷതയോടെ അനുകരിക്കുന്നതിനായി വിനയാദരവോടെ ക്ഷണിക്കുന്നു. ഗുരുസ്മരണ ശ്രീമതി അനിത ദേവി.
അഭിനന്ദനായ അധ്യക്ഷൻ ശ്രീനാരായണ സേവാസംഘം പ്രസിഡന്റ് അവർ ഇന്ന് MK സാനു മൊഴിയും മൗലവും എന്ന സാനു സാറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്ന ബഹുമാന്യനായ റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ S. ഗിരിജനൻ അവരുടെ കേരള കലാമണ്ഡലം കൽപ്പന സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് അവരുടെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് പ്രൊഫസർ M. തോമസ് മാത്യു സാറാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറായിട്ടുള്ള
പ്രൊഫസർ തോമസ് മാത്യു സാർ അവരുടെ, പ്രബോധ പബ്ലിക്കേഷൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ വിനോദ് കുമാർ കല്ലൂരിക്കുന്നവർ, ഈ ഗ്രന്ഥം രചിച്ച എം കെ ശശീന്ദ്രൻ അവർ, ഇവിടെ സാന്നിധ്യം നൽകി ഈ സദസ്സിനെ ധന്യമാക്കുന്ന പ്രൗഢമാക്കുന്ന ബഹുമാനനായ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ കെ സുകുമാരൻ സാർ അവർ, ഇവിടെ നിരവധി മഹത് വ്യക്തികളുണ്ട്. ഞാൻ നിസ്സാരമായിട്ടാൽ അവരുടെ ആദ്യം പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനികൾ, വിശിഷ്ടമായൊരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കോവിഡിൻ്റെ ഇത്ര രൂക്ഷമായ വ്യാപനകാലമാണ് എന്ന് നമുക്ക് ഇങ്ങനെ വന്നു ചേരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. 2 വർഷമായി ലോകത്തെ ആകെ മതിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മോചിതമായി വരുന്നു എന്നുള്ള ആഹ്ലാദകരമായ അനുഭവം പങ്കിടുന്നതിനിടയിലാണ് ഈ ഒരു ദുരവസ്ഥയിലേക്ക് വീണ്ടും വന്നത്. അപ്പോൾ തീരുമാനിച്ച് ഏതായാലും ആളുകൾക്ക് പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ഈ യോഗം നടക്കണമെന്ന് നിശ്ചയിച്ചാണ് വലിയ ആൾക്കൂട്ടമില്ലാതെ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പത്രം വായിച്ചാലും അതുപോലെ തന്നെ ടെലിവിഷൻ കാണുമ്പോഴൊക്കെ ആളുകൾ കൂടുതൽ ഭീതിയിലേക്ക് പോകുക. ഇതുമായി സമരസപ്പെട്ട് പ്രാധാന്യം പ്രാപിച്ച് കൂടുതൽ കരുതലോടെ ജീവിക്കുകയാണെന്ന് മാത്രമേ പോവുകയുള്ളൂ. നമ്മളെ ഉപദേശിക്കുന്നവരെല്ലാം എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 50-ൽ കൂടുതൽ ആളുകൾ പാടില്ല എന്ന് പറയുകയില്ല. കോവിഡ് ഇതിനെ ഒരു പരിഹാരമായി ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എന്നുള്ളത് ഒരു സവിശേഷതയായി തോന്നുന്നു. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞ് സെറ്റുകൊണ്ടെടുത്ത് സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് ശരീരം പ്രദർശിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് സെറ്റുകൊണ്ടുപിടിപ്പിച്ച് 100 കണക്കിന് സ്ത്രീകളെ നിരത്തിക്കൊണ്ട് ഈ തിരുവാതിര നടത്തുകയും അതിന് മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്യുന്ന, അത് കണ്ട് കൈയടിക്കുകയും ചെയ്യുമ്പോൾ കഥയറിയാതെ പൊരുളറിയാതെ നമ്മുടെ ആളുകൾ ആകെ വിഷമിക്കുക. ഞാനിത് സന്ദർഭമായി പറഞ്ഞെന്ന് മാത്രമേ, വാക്കും പ്രവൃത്തിയുമായി ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ജീവചരിത്രത്തിനും കാലികമായി ഏറെ പ്രസക്തി വരികയാണ്. നമുക്കറിയാം, സാറിൻ്റെ ജീവചരിത്ര ശേഖരത്തിലേക്ക് ഒരു ഗ്രന്ഥം കൂടി, ഒരു ഗ്രന്ഥം കൂടി ചേരുകയാണ്. ഇന്ന് സാറിനെ കുറിച്ച് അറിയാത്തവർക്ക് ആരോട് എല്ലാവർക്കും സാറും ഞങ്ങളുടേതാണ് സാറെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ, അഭിമാനം കൊള്ളുന്നവരാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. ഇന്ന് കേരളത്തിന് ഈ വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്നവർ കേരളത്തിന് ഭാരതത്തെയും ലോകത്തെയും ഉയർത്തി കാണിക്കാനുള്ള മഹത് വ്യക്തിത്വമാണ് സാർ എന്നറിയാം. അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകൾ ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോടെ സ്മരിക്കുന്ന സംഭാവനകൾ അദ്ദേഹം ഈ സമൂഹത്തിന് സമർപ്പിച്ചു. ഈ 95-ാം വയസ്സിലും അദ്ദേഹം ആ പാതയിലൂടെ ഇടറാതെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് വളരെ സവിശേഷത അർഹിക്കുന്നതാണ്. സാറിനെ സംബന്ധിച്ച് ഭൗത്വത്തിൻ്റെ സംഗീതം എന്ന ഗ്രന്ഥം സ്ഥാപിക്കുന്നത് പഠനഗ്രന്ഥം, മാഷെന്ന ഗ്രന്ഥം, സാറ് അദ്ദേഹം തന്നെ രചിച്ച കർമ്മഗതി, അദ്ദേഹത്തെ കുറിച്ച് നിരവധി ലേഖനങ്ങൾ, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തെല്ലാം നമ്മുടെ മാധ്യമങ്ങളെല്ലാം സാറിനെ കുറിച്ച് ധാരാളമായി പറയുകയും എഴുതുകയും അതൊരു ആഘോഷമാറ്റുകയും ചെയ്തു. അപ്പോൾ സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ രക്ഷാധികാരിയാണ് സാർ. ഞങ്ങൾക്കെല്ലാം മാതൃകയുമായി, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃകയിലൂടെ സഞ്ചരിക്കാൻ എന്നും സന്നദ്ധരായിട്ടുള്ള വെമ്പൽ കൊണ്ടിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയുടെ ഗതിവേദം ജപിക്കുന്നത്, ഞങ്ങൾക്ക് ദിശാബോധം നൽകുന്നതിലെല്ലാം സാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ അങ്ങേയറ്റം ആദരവോടെ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം സാറിൻ്റെ നവതി ആഘോഷം
ശ്രീനാരായണ സേവാശ്രമം നടത്തുമ്പോൾ അത് നമ്മുടെ ആളുകൾ എത്രമാത്രം ആഹ്ലാദത്തോടെ എത്രമാത്രം അഭിമാനത്തോടെയാണ് പങ്കെടുത്തതെന്നെല്ലാം ഞാൻ ഓർക്കുകയാണ്. ഞാൻ സേവാശ്രമത്തിന് മാത്രം കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ജീവചരിത്രം ഇത് വലിയ ബൃഹത്തായ ഗ്രന്ഥമൊന്നുമല്ല. പക്ഷേ സാറിൻ്റെ വിശിച്ച് സാറിന് അടുത്ത് കഴിഞ്ഞ ഒരു വ്യക്തി നന്നായി സാറിനെ വിലയിരുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് എം കെ ശശീന്ദ്രൻ. അദ്ദേഹം കേരളത്തിലെ അതുല്യ പ്രതിഭാതരായ ഉന്നത ശീർഷന്മാരായ നിരവധി ആളുകളുടെ ജീവചരിത്രം നമുക്ക് എഴുതിയിട്ടുണ്ട്. മഹാനായ എം കെ രാഘവനെ കുറിച്ച് കാര്യത്തിന്റെ കരളുറപ്പോടെ തിന്മയെ നേരിട്ട ഈ രാജ്യത്തെ അധസ്ഥിത ജനകോടികളുടെ പടനായകനായ എം കെ രാഘവൻ വക്കീലിൻ്റെ ജീവചരിത്രം അദ്ദേഹം രചിച്ചു. അതുപോലെ തന്നെ ജീവിത വിശുദ്ധിയുടെ പര്യായമായിരുന്ന നന്മയുടെ നിർദൈവമായിരുന്ന കെ കെ വിശ്വനാഥൻ വക്കീലിൻ്റെ ജീവചരിത്രം അദ്ദേഹം രചിച്ചു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ചരിത്ര പണ്ഡിതന്മാരിൽ അഗ്രിമനായിരുന്ന പ്രൊഫസർ പി എസ് വേലായുധൻ്റെ ജീവചരിത്രം രചിച്ചാണ്. മഹാനായ വി ആർ കൃഷ്ണഗീരുടെ പിന്നെ നിരവധി പേരുടെ ജീവചരിത്രവും അതുപോലെ നിരവധി ഗ്രന്ഥങ്ങളുമൊക്കെ രചിച്ച അഡ്വക്കേറ്റ് എം കെ ശശീന്ദ്രനാണ് സാറിനെ കുറിച്ച് അദ്ദേഹം എഴുതി ആദരപൂർവ്വം സമർപ്പിക്കുന്നതാണ് എം കെ സാറിന് മൊഴിയും മൗനവും എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. ഞാൻ അതിലേക്ക് സാറ് തോമസ് മാത്യു സാറ് ആ പുസ്തകം പരിചയപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം, തോമസ് മാത്യു സാർ എന്ന് പറയുന്നത് സാറിൻ്റെ ശിഷ്യനാണ്. സാറിനോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജിൽ നിരവധി വർഷം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. നിരൂപണ രംഗത്ത് അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക രംഗത്തെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതിന് കിടക്കുന്നത് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുക. ഞങ്ങൾ ഇപ്പോൾ ഈ ചടങ്ങിൽ ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീനാരായണ സേവാസംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രേമേന്ദ്രൻ വക്കീലിന് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീനാരായണ ധർമ്മ പ്രചരണ രംഗത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നിറസാന്നിധ്യമായി പ്രശോഭിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാവുന്ന അദ്ദേഹത്തെ ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ എസ് സിരിജകൻ അവരുകളാണ്. നമുക്കറിയാം, നീതി ന്യായ രംഗത്ത് സംശുദ്ധിയുടെ പ്രതീകമായി പ്രശോഭിച്ച അദ്ദേഹം ആ നീതിപീഠത്തിന് ഒരു അലങ്കാരമായി പ്രശോഭിച്ച അങ്ങേയറ്റം സംശുദ്ധമായ ജീവിതം നയിച്ച പണ്ഡിതനായ നീതിപതിയായിരുന്നു അദ്ദേഹം സാധാരണ തന്നെ ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിത്വം. അദ്ദേഹം ഈ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് അങ്ങേയറ്റം ആഹ്ലാദപ്രദമായ അഭിമാനകരമായ സംഗതിയാണ്. ബഹുമാനായ റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ എസ് സിരിജകൻ അവരുടെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം പരിചയപ്പെടുത്തുന്നത് തോമസ് മാത്യു സാറാണ് എന്ന് പറഞ്ഞു. തോമസ് മാത്യു സാറ് ഇവിടെ ശ്രീനാരായണ സേവാസംഘവുമായി വലിയ ബന്ധമുണ്ട്. സാറെന്ന് പറയുമ്പോൾ വലിയ ബന്ധമുണ്ട്. സാറ് സേവാസംഘത്തിൻ്റെ നിരവധി പരിപാടികളിൽ പങ്കെടുത്ത് സേവാസംഘത്തെ വിമോചിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ സേവാസംഘത്തിൻ്റെ പ്രസിദ്ധീകരണമായ സഹോദരൻ മാസികയിൽ ഇപ്പോൾ അദ്ദേഹം ആശാന്റെ നായികമാരെ കുറിച്ച് തുടർ ലേഖനം പരമ്പരയായി എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മായാത്ത വ്യക്തിമുദ്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. തോമസ് മാത്യു സാറിനെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യു സാറിനെ വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ ഗ്രന്ഥം സ്വീകരിക്കുന്നത് ഡോക്ടർ കെ ജി പൗലോസ് സാറാണ്. പൗലോസ് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ്. അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് മഹാ വ്യക്തിത്വമാണ്. ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വാക്കും പ്രവൃത്തിയുമായി സമരസപ്പെടുത്തി പോകുന്നു
അദ്ദേഹം കേരളീയ സമൂഹത്തിൻ്റെ മനസ്സുകളിൽ ഇണം നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇത് ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്. ഡോക്ടർ KG പൗലോസ് സാറിനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശംസാ പ്രസംഗം നടന്നു. ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്തിട്ടുള്ളത് പ്രബോധ പബ്ലിക്കേഷൻസ് ആണ്, എറണാകുളം. അവർ ഈ ഗ്രന്ഥം സൗജന്യമായാണ് പ്രകാശനം ചെയ്യുന്നത്. ഇതുപോലെ പ്രകാരം സൗജന്യമായാണ് പ്രകാശനം ചെയ്യുന്നത്. അവർ ആ രംഗത്ത് ഒരു ഗുരുഭൂത പോലെ അത് നിർവഹിക്കുന്നു എന്നുള്ളത് അതൊരു രത്നനാഥമായ ഒരു സംഗതിയാണ്. ആശംസാ പ്രസംഗം നടത്തുന്നത് ഈ പ്രബോധ പബ്ലിക്കേഷൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മഹാരാജ് കോളേജിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ വിനോദ് കുമാർ കത്തോലിക്കൽ അവർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക്. പിന്നെ ഇത് സദസ്സിലിരിക്കുന്ന എന്ന് പറഞ്ഞു നമുക്ക് സമാരാധനായിട്ടുള്ള ജസ്റ്റിസ് കെ സുകുമാരൻ സാർ അവർ അദ്ദേഹവും ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ വന്നു ചേർന്നു എന്നുള്ളത് അങ്ങേയറ്റം ആദരവ് അർഹിക്കുന്ന ഒരു നടപടിയാണ്. ആ ആദരവോടെ തന്നെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുക. ഇവിടെ പ്രബോധ പബ്ലിക്കേഷൻസിൻ്റെ സെക്രട്ടറി ശ്രീ നവീൻ കുമാർ സന്നിഹിതനായിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ട്രഷറർ ശ്രീ KK ഗോപി സന്നിഹിതനായിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ശ്രീനാരായണ സേവാസനത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, പോഷക സംഘടനകളുണ്ട്, ഭാരവാഹികളുണ്ട്, മറ്റ് ഉന്നത വ്യക്തിത്വങ്ങളുണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സമാരാധ്യനായ റിട്ടയർഡ് ജസ്റ്റിസ് SC ഗോയൽ, പ്രിയനായ സാനു മാസ്റ്റർ, ബഹുമാന്യരായ ഡോക്ടർ KG പൗലോസ്, പ്രൊഫസർ തോമസ് ഗാന്ധി, ശ്രീ വിനോദ് കുമാർ, MK ശശീന്ദ്രൻ, രാജൻ, സാന്നിധ്യരായിരിക്കുന്ന മാന്യമുഖങ്ങളിലെ സഹോദരി സഹോദരന്മാരെ, ശ്രീനാരായണ സേവാസംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനകരമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രൊഫസർ സ്വാഗത ക്ലാസിനെയും സംബന്ധിച്ചു പ്രൊഫസർ MK സാനു മാസ്റ്റർക്ക് ശ്രീനാരായണ സേവാസംഘവുമായുള്ള ബന്ധം. സാനു മാസ്റ്റർ ഇപ്പോൾ ശ്രീനാരായണ സേവാസംഘത്തിൻ്റെ രക്ഷാധികാരിയാണ്. 1974 മുതൽ ഏതാണ്ട് 12 വർഷക്കാലം ശ്രീനാരായണ സേവാസംഘത്തിൻ്റെ സെക്രട്ടറിയായി സാനു മാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. സാനു മാസ്റ്റർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ MK രാഘവൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ഞാനും രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രീനാരായണ സേവാസംഘത്തിൽ അംഗത്വമെടുത്ത് ഇതിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവസരം നൽകി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസിഡന്റും MK രാഘവൻ വക്കീൽ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി. ഒരു വർഷത്തിനകം നടന്ന വീണ്ടുമുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസിഡന്റും രാജൻ സെക്രട്ടറിയും സാനു മാസ്റ്റർ ബോർഡ് മെമ്പർമാരായി ഞങ്ങൾ കുറേ കാലം പ്രവർത്തിച്ചു. ഞങ്ങളുടെ എല്ലാം ചിരാഭിലാഷം ഞങ്ങൾക്ക് മുമ്പേ പ്രവർത്തിച്ച CR കേശവൻ വൈദ്യർ തുടങ്ങിയുള്ള പ്രൊഫസർ PH വേലായുധൻ, MK രാഘവൻ, KK വിശ്വനാഥൻ വക്കീൽ തുടങ്ങിയ മഹാരഥന്മാരെല്ലാം യത്നിച്ചത് ഇവിടെ ഈ ഒരു ഹാൾ നിർമ്മിക്കുക എന്നുള്ള ആവശ്യകതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ അതിന് അനുഗ്രഹം തന്നത് ഞങ്ങളുടെ കാലത്ത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഇതിൻ്റെ പൂർവ്വസൂരികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഗുരുദേവൻ ഞങ്ങളിലൂടെ അത് നടപ്പാക്കിയെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ സ്ഥാപനം ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ 3-ാം നില സാനു മാസ്റ്ററുടെ 90-ാം ജന്മദിനം ആചരിക്കുന്ന സന്ദർഭത്തിൽ സാനു മാസ്റ്ററുടെ നവതി സ്മാരകമായി ഉള്ള ഹാളായി അതിന് നാമകരണം ചെയ്യപ്പെട്ടു. പിന്നീട് ഇപ്പോൾ നമ്മൾ കൂടുന്ന
ഈ ഹാളിന് MK രാഘവൻ വക്കീലിൻ്റെയും പേര് നൽകി. ഞാനിത് സൂചിപ്പിച്ചത് സാനു മാസ്റ്റർ ശ്രീനാരായണ സേവാ സംഘവുമായി അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ രക്ഷാധികാരിയായി നിന്നുകൊണ്ട് ഞങ്ങൾ ഏത് രീതിയിൽ ചലിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നെല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശം നൽകുന്നത്. ഞങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ തെളിച്ച പാതയിലൂടെ, സഹോദരൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ ശ്രീനാരായണ ധർമ്മം അല്പം പോലും മായം ചേർക്കാതെ തനതായ രീതിയിൽ നടപ്പാക്കണം, പ്രാവർത്തികമാക്കണം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഈ സംഘടനയുടെ രക്ഷാധികാരിയായിട്ടുള്ള സാനു മാസ്റ്ററെ കുറിച്ച് ഈ സംഘടനയുടെ തന്നെ ബോർഡ് മെമ്പറായിട്ടുള്ള MK ശശീന്ദ്രൻ രചിച്ച പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചനയുമായും ഈ പുസ്തകത്തിൻ്റെ വിഷയവുമായും ഉള്ള ബന്ധം ശ്രീനാരായണ സേവാ സംഘത്തിന് വളരെയേറെ കടുത്തതാണ്. ആ ഒരു ബന്ധം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ നടത്തുന്നതിന് തുനിഞ്ഞതും അതിനുവേണ്ടി ശ്രമിച്ചതും. ഈ പുസ്തകത്തെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാനു മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സാനു മാസ്റ്ററെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു. 1907 അദ്ദേഹത്തിൻ്റെ തന്നെ സഹപാഠിയായിരുന്ന CV ആൻ്റണി MK സാനു എന്ന സാനു മാഷ് എന്ന പുസ്തകം രചിച്ചു. 2009 ഡോക്ടർ A അരവിന്ദാക്ഷൻ മഹത്വത്തിൻ്റെ സങ്കീർത്തനം എന്നുള്ള പുസ്തകം രചിച്ചു. 2010 സാനു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ കർമ്മഗതി പ്രകാശനം ചെയ്തു. അതിനുശേഷമുള്ള 4ാമത്തെ പുസ്തകമാണ് ശശീന്ദ്രൻ വക്കീൽ രചിച്ചിട്ടുള്ള MK സാനു മൗനവും. MK ശശിധരൻ രചിച്ച പുസ്തകം. ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നു. അതിനെ പരിചയപ്പെടുത്തുന്നത് പ്രൊഫസർ തോമസ് മാത്യു മാസ്റ്റർ അവർകളാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആ പുസ്തകത്തെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം അതിൽ ശശീന്ദ്രൻ വക്കീൽ എടുത്ത് വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ സാനു മാഷിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യമെന്ന രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇവിടെ സാനു മാസ്റ്റർ നിയമസഭാ സാമാജികനായപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ തത്വാധിഷ്ഠിത രാഷ്ട്രീയവും സംശുദ്ധ ഭരണവും എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടതും അതിൽ വിജയം കൈവരിച്ചതും. ആ ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയവും സംശുദ്ധ ഭരണവും നേടിയെടുത്ത ആ കാലഘട്ടത്തിൽ മാഷതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. പിന്നീടുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളെല്ലാം സാനു മാസ്റ്റർ വിമർശന ബുദ്ധിയോടുകൂടെ പലതും പറഞ്ഞിട്ടുണ്ട്. ആ ബുക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തെക്കുറിച്ചും വളരെ വിശദമായി പറയുന്നു. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന നിയമപരിരക്ഷ കൊടുക്കുന്നതിനും അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ള ആവശ്യമെല്ലാം ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ പ്രകൃതി സ്നേഹം, അന്തരീക്ഷ മലിനീകരണം, വനനശീകരണം, കേരളത്തിൻ്റെ ടൂറിസം കാര്യങ്ങളിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അത് നിർദ്ദേശങ്ങളായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളൊരു വസ്തുത നമുക്കിപ്പോഴും നിലനിൽക്കുകയാണ്. അതെല്ലാം നടപ്പിലാക്കുവാൻ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ പിന്നീട് വന്ന ഭരണാധികാരികളും തയ്യാറാകുന്നില്ല. ഇപ്പോഴും സാനു മാസ്റ്റർ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടുകൊണ്ട് പല ആവശ്യങ്ങളും ഉന്നയിക്കുന്നു. അതെല്ലാം ബധിരകരണത്തിൽ പെടുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും ആ കാര്യങ്ങളെല്ലാം സാനു മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൃതികളിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലും പ്രവർത്തനങ്ങളിലും വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് SNDP യോഗത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കേസുമായി ഹൈക്കോടതിയിൽ പോവുകയും ഈ അടുത്ത ദിവസം ഹൈക്കോടതി അതിൽ അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ സാനു മാസ്റ്റർ എഴുതുന്നതോടൊപ്പം തന്നെ ഒരു ഫൈറ്ററെ പോലെ ശ്രീനാരായണ ധർമ്മം ഇവിടെ പുലർത്തുന്നതിനും അത് നിലനിർത്തുന്നതിനും അതനുസരിച്ചൊരു ജീവിത സരണി തുറക്കുന്നതിനും വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നു. ആ സാനു മാസ്റ്ററിൻ്റെ പുസ്തകത്തിന് ഈ സമൂഹത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. അത് നാം മനസ്സിലാക്കണം. ആ പുസ്തകത്തിൽ ഒരു കാര്യം ഞാൻ പറയാതിരിക്കുന്നത്,
ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സാനു മാസ്റ്ററിൻ്റെ ഒരു പുസ്തകത്തിലും ജീവചരിത്രത്തിലും ആത്മകഥയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രീമാൻ MK രാഘവൻ വക്കീലിൻ്റെ പേരിൽ ശ്രീനാരായണ സേവാ സംഘം ഒരു അവാർഡ് ഏർപ്പെടുത്തുകയും അത് 3ാമത് അവാർഡ് സാനു മാസ്റ്റർക്കാണ് കൊടുത്തത്. ആ അവാർഡിൻ്റെ വിവരം അതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് 4 പുസ്തകത്തിലും അത് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അല്പം വേദനയുണ്ടാക്കി. കാരണം ശ്രീനാരായണ സേവാ സംഘം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചത് SNDP യോഗവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ്. അത് സഹോദരൻ SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സഹോദരൻ ഈ സംഘം സ്ഥാപിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. അത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീനാരായണ ധർമ്മം തനിമയോടെ പ്രാവർത്തികമാക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ഈ സംഘം സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുന്നോട്ട് വരുന്നതിന് കാരണം. കൊച്ചി SNDP യോഗത്തിൻ്റെ ഒരു വാർഷിക പൊതുയോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ഈ സംഘം രൂപീകരിച്ചത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു സംഘമാണിത്. സഹോദരൻ്റെ കാലത്ത് ഈ സംഘം വളരെയേറെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ പുരോഗമനത്തിനു വേണ്ടിയും നവോത്ഥാനത്തിനും വേണ്ടിയെല്ലാം നടത്തിയിട്ടുള്ളതാണ്. ആ സംഘം ഏർപ്പെടുത്തിയ ബഹുമാന്യനായ രാഘവൻ വക്കീലിൻ്റെ പേരിലുള്ള അവാർഡിന് വളരെയേറെ പ്രാധാന്യമുള്ളതുകൊണ്ട് അത് ഉൾപ്പെടുത്താതിരുന്നത് ഇനി അടുത്ത എഡിഷൻ വരുമ്പോഴെങ്കിലും അതുണ്ടാകണം എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ സാനു മാസ്റ്റർ ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം ട്രസ്റ്റിലും ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാനു മാസ്റ്ററോടൊപ്പവും രാഘവൻ വക്കീലിനോടൊപ്പവും എല്ലാം ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ട്രസ്റ്റ് ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ സന്ദർഭത്തിലാണ് രാഘവൻ വക്കീൽ സാനു മാഷോട് നിർദ്ദേശിക്കുന്നത് ഇവരുടെ അപേക്ഷ പരിഗണിച്ച് ഇവർക്കെല്ലാം മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് പുതിയ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രവർത്തനം ഊർജിതമാക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ഞാൻ ഇവിടുന്ന് സൂചിപ്പിച്ചു എന്നുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാനു മാഷിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുൻനിന്ന് പ്രവർത്തിക്കുന്നു. 90ാം വയസ്സ് നവതി ശ്രീനാരായണ സേവാ സംഘം അത്യന്തം വിപുലമായ പരിപാടികളോടെ ടൗൺ ഹാളിൽ ആചരിച്ചു. സാറിൻ്റെ 92ാം നവതിയോടനുബന്ധിച്ചാണ് ഇവിടെയും ഞങ്ങൾ ആഘോഷ പരിപാടികൾ നടത്തി. ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് ഞാനത് സൂചിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല. ഈ ചടങ്ങ് നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നത് സാനു മാഷിൻ്റെ 95ാം ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രീ സാനു ഫൗണ്ടേഷനും ചാവറ കൾച്ചറൽ മിഷനും ചേർന്ന് നടത്തുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹത്തായ ചടങ്ങിൽ വെച്ച് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ ആ യോഗം നടത്തേണ്ടതില്ല എന്നും അത് നീട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ടതുകൊണ്ട് അന്നത് നടക്കാതെ പോയി. ആ ഒരു ചടങ്ങ് പിന്നീട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ പുസ്തകം അച്ചടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഞങ്ങൾ നടത്തണമെന്ന് അതിൻ്റെ രചയിതാവ് ആവശ്യപ്പെട്ടപ്പോൾ സാനു മാസ്റ്ററും ആ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഇന്നത്തെ ഈ യോഗം ഒരുക്കിയിട്ടുള്ളതാണ്. ഇതിൽ പങ്കെടുക്കാൻ ആദ്യം ക്ഷണിച്ചത് ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള അവർകളെയായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ ഇതിൽ പങ്കെടുക്കുന്നതിന് സമ്മതിക്കുകയും ഇതിലെത്തിച്ചേരുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കുകയും പുസ്തകം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും വിളിക്കുകയും അതെല്ലാം ചെയ്തു കഴിഞ്ഞ് 2 ദിവസം മിനിയാവുന്ന ആളാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ 65% പേർക്കും കോവിഡ് ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആരുമായും ബന്ധപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഇത് നടത്താം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചു, അങ്ങനെ ആകാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഓൺലൈൻ പോലും എനിക്കിവിടെ ചെയ്യാൻ നിർവാഹമില്ലാത്ത രീതിയിൽ എൻ്റെ സ്റ്റാഫിനുമെല്ലാം അടുത്ത സ്റ്റാഫിന് വരെയൊക്കെ കോവിഡ് ബാധിച്ചിരിക്കുന്നത് കൊണ്ട് വേറൊരു ദിവസത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ആരെയെങ്കിലും ക്ഷണിച്ച് നടത്തണമെന്ന് പറഞ്ഞു. സാനു മാഷോട് ആലോചിച്ചപ്പോൾ നടത്തുന്നതായിരിക്കും നല്ലത്, ഇനി മാറ്റിവെക്കേണ്ട എന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ശ്രീ സിരിജകൻ
ജസ്റ്റിസ് സി ജഗനെ സമീപിച്ചത്. അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞു, സാനു മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ല, എന്തു പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതുകൊണ്ട് സാനു മാസ്റ്റർ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമായി അദ്ദേഹത്തെ സ്വീകരിച്ചു. അത് മാറ്റിവെക്കപ്പെട്ടൊരു ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ഞങ്ങൾക്ക് പകരക്കാരനാകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാതെ ഹൃദയവിശാലതയോടുകൂടി സാനു മാഷിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിച്ചതിൽ ഞങ്ങൾ അദ്ദേഹത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മേയറുടെ കാര്യവും. മേയർ പുസ്തകത്തെക്കുറിച്ച് അത് വായിച്ച് പഠിച്ച് പ്രസംഗമെല്ലാം തയ്യാറാക്കി ചില കാര്യങ്ങൾ സാനു മാഷിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി താതാത്മ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നിലൂടെയാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തേക്ക് വന്നത്. അത് സാനു മാഷിൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സാനു മാഷ് എൻ്റെ ശിഷ്യനാണ്, എൻ്റെ ഒരു ശിഷ്യൻ കൂടിയായി എനിക്കതിൽ പങ്കെടുക്കാൻ വളരെയേറെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കോവിഡ് വന്നതുകൊണ്ട് അദ്ദേഹത്തിനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഡോക്ടർ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വരണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കോവിഡിൻ്റെ മാനദണ്ഡം പ്രകാരം പോകാൻ പാടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനും വരാൻ പറ്റാതെ പോയിരിക്കുന്നു. അദ്ദേഹം ഈ പുസ്തകം രചിച്ച ശശിധരനോടുള്ള ആശംസകൾ അറിയിക്കുന്നതിനും സാനു മാഷിനോടുള്ള വരാൻ പറ്റാത്തതിലുള്ള ഖേദം ഈ യോഗത്തിൽ തന്നെ പറയണമെന്ന് എന്നോട് ചുമതലപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാനും സാനു മാഷിൻ്റെ വിദ്യാർത്ഥിയല്ല എങ്കിൽ പോലും ഞാൻ പ്രൊഫസർ PS വേലായുധൻ മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ സാനു മാഷിൻ്റെ ഗ്രാൻഡ് സ്റ്റുഡൻ്റാണ്. എന്നെ സാനു മാഷിൻ്റെ വിദ്യാർത്ഥികളായിരുന്ന 2-3 അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് സ്റ്റുഡൻ്റാണ് ഞാൻ. ശശിധരൻ സാനു മാഷിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ സാറിനെ പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രാൻഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ശശിധരൻ നേരിട്ട് തന്നെ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും സാനു മാഷിനുള്ള ആരാധനയിൽ നിന്നുമാണ് ശശിധരൻ ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ശശിധരന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ പുസ്തകം അതിൻ്റെ എല്ലാ തലത്തിലും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തത് നമ്മെ വിട്ടുപിരിഞ്ഞ ചില മഹത് വ്യക്തികളുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഈ ദിവസത്തിനൊരു സവിശേഷതയാണ്. വിശ്വമഹാകവിയായ കുമാരനാശാൻ്റെ 98ാം ചരമദിനമാണ്. അതോടൊപ്പം തന്നെ ഈ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ആത്മമിത്രങ്ങളായിരുന്ന 2 പേർ ഈ അടുത്തിടെ വേർപിരിഞ്ഞു പോയി. ഒന്ന് സിനിമാ സംവിധാന രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ശ്രീ KS സേതുമാധവൻ, അതുപോലെ തന്നെ മറ്റൊന്ന് പ്രശസ്തനായ കവി ശ്രീ S രമേശൻ. ഈ 2 പേരുടെയും വേർപാട് സമൂഹത്തിന് ഒരു തീരാ നഷ്ടമാണ്. വിശേഷിച്ചും ശ്രീനാരായണ സേവാ സംഘത്തിന് നഷ്ടമാണ്. കാരണം ഈ ശ്രീ S രമേശൻ സഹോദരൻ മാസികയിൽ പലകുറി എഴുതിക്കൊണ്ടിരിക്കുകയും ആ മാസികയുടെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ വിധത്തിലുള്ള ഉപദേശങ്ങളും ഒക്കെ തന്നുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ നവതി കഴിഞ്ഞെങ്കിലും വളരെ പ്രസരിപ്പോടെ ഈ കാര്യത്തിൽ ഞങ്ങളെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കി, പ്രവർത്തനത്തിൽ കൂടുതൽ കർമ്മോന്മരാക്കിക്കൊണ്ടിരുന്ന ഒരു മഹാപ്രതിഭയാണ് ശ്രീ KS സേതുമാധവൻ. ഈ ആശാൻ്റെ സ്മരണ പുതുക്കുന്നതോടൊപ്പം തന്നെ ഈ 2 മഹാരഥന്മാരുടെ വേർപാടിൽ നമുക്കുള്ള അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. ഈ സേവാസംഘത്തിൻ്റെ ബന്ധം പറഞ്ഞ കൂട്ടത്തിൽ സേവാസംഘം മുൻകൈയെടുത്ത് സഹോദരൻ മാസിക പുനഃപ്രകാശനം ചെയ്തു. അതിൻ്റെ ചീഫ് എഡിറ്റർ സാനു മാസ്റ്ററും എഡിറ്റർ ശശിധരൻ വക്കീലുമാണ്. ആ തരത്തിലും ഈ 2 കഥാപാത്രങ്ങളും സേവാസംഘവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് പുസ്തക പരിചയപ്പെടുത്തലാണ്. അതിന്
പ്രൊഫസർ എം തോമസ് മാത്യു അവരെ വിനയപുരസ്സരം ചെയ്യും. ആദരണീയനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, ആദരണീയനും ഏറെ പ്രിയങ്കരനുമായ സാനു മാസ്റ്റർ, പുസ്തകം പ്രകാശിപ്പിക്കുന്ന ആദരണീയനായ ജസ്റ്റിസ് ശ്രീ സിരിജഗൻ, ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന പ്രിയ സ്നേഹിതൻ ഡോക്ടർ കെ ജി പൗലോസ്, ഗ്രന്ഥകാരനായ ശശീന്ദ്രൻ, ഗ്രന്ഥം പ്രസാദനം ചെയ്ത ശ്രീ വിനോദ് കുമാർ, ഈ സദസ്സിനെ സമ്പന്നരാക്കുന്ന സഹൃദയരായ ആദരണീയർ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇതേറെക്കുറെ ഒരു കുടുംബ സദസ്സിൻ്റെ സ്വഭാവമുള്ള യോഗമാണ്. ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ഈ ഓഫീസും പരിസരവും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈകാരിക പ്രസക്തിയുള്ള ഒരു സ്ഥാപനമാണ് എന്ന കാര്യം ശ്രീ പ്രേമചന്ദ്രന് പോലും അറിയാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിചാരം. ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു സങ്കേതമായിരുന്നു ഇവിടെ പഴയ കെട്ടിടം. അവിടെ ഇരുന്ന് എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ സാനു മാസ്റ്ററോടൊത്ത് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ചില വിദ്യാർത്ഥികൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങളും ഇവിടെ വെച്ച് നടന്നത് ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ശ്രീ എം ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചായോഗം ഈ പഴയ ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. സി എൻ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ലങ്കാലക്ഷ്മി എന്ന നാടകം എഴുതി തീർന്ന് ആദ്യമായി ഞങ്ങളിൽ ചിലർക്ക് വേണ്ടി അത് വായിച്ചത് ഇവിടെ വച്ചാണ്. ഈ പരിപാടികളിലെല്ലാം മാറ്റമില്ലാതെ പങ്കെടുത്തിരുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള അവകാശബോധത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. സാനു മാസ്റ്ററെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശ്രീ ശശീന്ദ്രൻ എഴുതിയ ഒരു ജീവചരിത്ര കൃതിയാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യമേ സംസാരിക്കാനുള്ള ഒരു അവകാശം എനിക്ക് ലഭിച്ചത് ഈ പുസ്തകം ആദ്യം വായിച്ചത് ഞാനാണ് എന്നതുകൊണ്ടാണ്. സത്യത്തിൽ സാനു മാസ്റ്ററുടെ ജീവചരിത്രം എഴുതാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ഒരു ഭയവും ഉറപ്പൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇത് ചെയ്യാമോ, ചെയ്തു കൂടെയോ എന്നോ. അത് തന്നെ എനിക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ യാതൊരു സമാനതകളുമില്ലാത്ത ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് സാനു മാസ്റ്റർ. ജീവചരിത്രം എങ്ങനെയാണ് സാഹിത്യകൃതിയാകുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ മലയാളികളെ പ്രേരിപ്പിച്ചത് സാനു മാസ്റ്ററുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് മുമ്പ് ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസ്തുതകൾ പ്രതിപാദിക്കുന്ന, ഒരുപക്ഷെ വളരെ സത്യസന്ധമായ വസ്തുതകൾ പ്രതിപാദിക്കുന്ന ജീവചരിത്രങ്ങൾ
അവയൊക്കെ ധാരാളം അറിവുകൾ ഗ്രന്ഥകാരന്മാരെ കുറിച്ചും മഹാപുരുഷന്മാരെ കുറിച്ചും നമുക്ക് നൽകുമെങ്കിലും അതിൻ്റെ വായന ഒരിക്കലും ഒരു സാഹിത്യാനുഭവമായി തീർന്നിട്ടില്ല. സാനു മാസ്റ്ററുടെ ജീവിതചരിത്രങ്ങൾ വ്യത്യസ്തമാകുന്നതും അവിടെയാണ്. വസ്തുതാപരമായി ധാരാളം വിവരങ്ങൾ നൽകുന്നു എന്നതിനപ്പുറം അസാധാരണമായ ഒരു സാഹിത്യാനുഭവമായി ജീവിതത്തെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, മാനുഷിക ജീവിതത്തിൽ പൊലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ കാഴ്ചയായി ഈ ജീവചരിത്രങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെയുള്ള ജീവചരിത്രങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുകയും എന്തായിരിക്കണം ജീവചരിത്രം എന്നതിനെ സംബന്ധിച്ച് ഒരു സങ്കല്പം നമുക്കുണ്ടാക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തെ കൂടുതൽ സമ്പന്നവും കൂടുതൽ ആഴമുള്ളതും ഒക്കെ ആക്കി തീർക്കുന്ന സാനു മാസ്റ്ററുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതാം എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭയപ്പാടുകളെല്ലാം ശശീന്ദ്രനുണ്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എത്രയോ കാലമായി സാനു മാസ്റ്ററോടൊത്ത് ജീവിക്കുകയും വർത്തമാനം പറയുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റാരേക്കാളും കൂടുതൽ മാസ്റ്ററുടെ ജീവിതചരിത്രം എഴുതാൻ യോഗ്യൻ ശശീന്ദ്രനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ യോഗ്യത തനിക്കുണ്ട് എന്ന് സംശയരഹിതമായി സമർത്ഥിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 140 പേജ് കഷ്ടി വരുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ വലിയ ഒരു ജീവിതത്തെക്കുറിച്ചാണ് എഴുതുന്നത്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സാനു മാസ്റ്ററുടെ ജീവിതം വളരെ വളരെ സംഭവബഹുലമായ ജീവിതമല്ല. സ്തോഭപൂർണമായ നിമിഷങ്ങൾ ആ ജീവിതത്തിൽ കുറവാണ്, സംഭവങ്ങൾ കുറവാണ്. ആഖ്യാനങ്ങൾ നിർവഹിക്കാൻ എപ്പോഴും സംഭവങ്ങളാണ് സഹായകരമായി തീരുന്നത്. അതാണ് രസകരമായി നമുക്ക് പറയാൻ കഴിയും. ബാഹ്യമായ സംഭവങ്ങൾ കുറവായിരിക്കുകയും ആന്തരിക ജീവിതം അതീവ ഗഹനമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചുള്ള എഴുത്തിന് വലിയ ഭാവനയും വലിയ അറിവും ആവശ്യമുണ്ട് എന്നതാണ് ഒരു വലിയ സത്യം. ആ ഒരു സത്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് വിനയാന്വിതനായി ഈ ഗ്രന്ഥകർത്താവിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണം എന്ന ഈ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും ഏത് സാഹചര്യത്തിലൂടെയാണ് സാനു മാസ്റ്റർ വളർന്നു വന്നത്, ഏതെല്ലാം തരത്തിലാണ് ജീവിതത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചത്, ഏതെല്ലാം തരം വിഘ്നങ്ങളാണ് ജീവിതത്തിൽ അദ്ദേഹത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നത്, അതിൻ്റെയൊക്കെ നേരെയുള്ള സാനു മാസ്റ്ററുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു, എങ്ങനെയാണ് ആ സ്വഭാവം പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടും അതിൻ്റെ വിശദാംശങ്ങളിൽ ഏകദേശമായി സൂചിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് ശശീന്ദ്രൻ ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് നമുക്കറിയാം. അത് വായിച്ചു പോകുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ച്, വീടിൻ്റെ സാഹചര്യത്തെക്കുറിച്ച്, വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്, ഈ ഏക മകനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഈ അമ്മ സഹിച്ച വേദനകളെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ അതിനകത്തുണ്ട്. ഈ അമ്മയെ എനിക്കറിയാമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ അമ്മയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മാസ്റ്റർ വീട്ടിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എന്തൊരു സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിത ബോധത്തിൻ്റെയും ഒക്കെ ഉദാരമായ ചിത്രമാണ് മനസ്സിൽ ഈ അമ്മ വിരിയിക്കുന്നത് എന്നെനിക്ക് നല്ല ഓർമ്മ ഈ സന്ദർഭത്തിൽ. ഈ പശ്ചാത്തലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആ കാലത്തെ ഗുരുക്കന്മാരെക്കുറിച്ച്, അവരുടെ ഈ ഘട്ടങ്ങളിലെല്ലാം സാനു മാസ്റ്ററുടെ മനസ്സിൽ ഊറിക്കൂടുന്ന ആർദ്രത, കാരുണ്യം, അതെങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലും ജീവിതബോധത്തിലും പതുക്കെ പതുക്കെ പ്രതിഫലിക്കുന്നത്, അത് അനാവൃതമായി തീരുന്നത് എന്നാണ് ഈ ഗ്രന്ഥം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ സാനു മാസ്റ്റർ ഇപ്പോൾ മറ്റു ജീവചരിത്രകാരന്മാർ പ്രതിപാദിക്കാൻ വിസമ്മതിച്ചേക്കാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ചില വ്യക്തിബന്ധങ്ങളിലുണ്ടായ ഇടർച്ചകൾ, അത് മനസ്സിലുണ്ടാക്കിയ വിക്ഷോഭങ്ങൾ, അതിനെ നേരിട്ട രീതികൾ,
ആ അവസ്ഥയിൽ ആത്മശോധന നടത്തിക്കൊണ്ട് എന്താണ് താൻ സ്വീകരിക്കേണ്ട നിലപാട് എന്നതിനെക്കുറിച്ച് സാർ മാഷ് ചിന്തിച്ചതിനെക്കുറിച്ച് അങ്ങനെയുള്ള അനവധി സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് യോഗത്തിൽ പ്രസംഗിക്കാൻ പോയ ഒരു അനുഭവത്തെക്കുറിച്ച് അത് യോഗത്തിൽ അധികം പേർക്ക് അറിയാവുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ ശശി തന്നെ എഴുതുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ സാനമാസ്റ്ററുടെ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പഴയ സ്നേഹിതൻ ആ യോഗത്തിൽ സമ്മതിക്കണമെങ്കിൽ സാനമാസ്റ്റർ ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധമുണ്ടായി. ഭാരവാഹികൾ ഉണ്ടാകുന്ന ഒരു ധർമ്മസങ്കടം നമ്മൾ ആലോചിച്ച് നോക്കണം. രണ്ടുപേരെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അതിൽ പ്രസംഗസ്ഥലത്ത് എത്തുമ്പോൾ പറയുന്നത് ഇതിൽ ഒരാളുണ്ടെങ്കിൽ മറ്റാൾ കേട്ടില്ലെന്നാണ്. അവിടുത്തെ യാതൊരു ക്ഷോഭവുമില്ലാതെ ഈ ഭാരവാഹികളുടെ ധർമ്മസങ്കടം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചോട്ടെ, ഞാൻ പതുക്കെ സ്ഥലം വിട്ടുകൊള്ളാം എന്ന് പറയുന്ന ഒരു ഔദാര്യമുണ്ട്. ഈ ഔദാര്യം അല്ലെങ്കിൽ ഈ സൗമ്യത സാനമാസ്റ്ററുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വരാറുണ്ട്. ഈ അനുഭവം മറ്റൊരാൾക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ സാനമാസ്റ്റർ ക്ഷമിക്കുകയില്ല എന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തനിക്ക് ഉണ്ടാകുന്ന അപമാനങ്ങൾ അദ്ദേഹം നിസ്സാരമായി കാണുന്നു. പക്ഷെ എവിടെ മനുഷ്യൻ അപമാനിതനായി തീർന്നാലും, എവിടെ മനുഷ്യൻ അവഗണിക്കപ്പെട്ടാലും അതിനെതിരെ രോഷം കൊള്ളുന്ന ഓരോരോ മനസ്സ് സാനമാസ്റ്റർക്കുണ്ട്. അതുകൂടി ഈ സൗമ്യതയുടെ പിന്നിൽ ഒരു രൗദ്രഭാവം കൂടി ഉണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു മൂല്യത്തെ പ്രതി ജീവിതത്തിൽ നാം പാവനമായി സൂക്ഷിക്കേണ്ട ഒരു മൂല്യത്തെ സംബന്ധിച്ചുള്ള സാനമാസ്റ്ററുടെ മനോഭാവമാണ്. ഒരിക്കലും മാസ്റ്റർ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ രോഷാഭാവം നമ്മൾ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. പല സാനമാസ്റ്റർക്ക് അടുപ്പമുള്ള പല പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയും മൂല്യങ്ങളെ ചവിട്ടി മരിച്ചുകൊണ്ട് ഐഹികമായ പ്രതാപങ്ങളിൽ ആസക്തികൾ കാണിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ സാനമാസ്റ്റർ എത്രമാത്രം ദുഃഖിതനും എത്രമാത്രം രോഷാകുലനുമാണ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സംസ്കൃതത്തിലൊരു മന്ത്രമുണ്ടത്ര, മന്ത്രം എനിക്ക് അറിഞ്ഞുകൂടാ. മന്ത്രത്തിൽ പറയുന്നത് രുദ്രൻ്റെ മഞ്ഞുവിനായി ഞാൻ നമസ്കരിക്കുന്നതാണ്. മഞ്ഞു ഈ ധർമ്മരോഷമാണ്. ഈ ധർമ്മരോഷമാണ് ഈ ലോകത്തിൽ സത്യം അവമാനിക്കപ്പെടുന്നു. ഈ ലോകത്തിൽ നൈതികത അവമാനം സഹിക്കേണ്ടി വരുന്നു, മനുഷ്യൻ ചവിട്ടിമതിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന രോഷമാണ്. ഈ രോഷം ഇല്ലെങ്കിൽ തീർച്ചയായും ഒരാളുടെ നന്മയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരാളെ കർമ്മനിരതനാക്കി തീർക്കുന്നത് ഈ അംശം കൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ വ്യക്തി എന്ന നിലയ്ക്ക് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരിമിതികൾ ഉണ്ടായാലും എന്തെല്ലാം അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതൊന്നും പ്രശ്നമല്ല. അവനവൻ എന്നതല്ല പ്രശ്നം. ഈ ലോകത്തിലെ ജീവിതം, അതിൽ അരങ്ങേറുന്ന മനുഷ്യൻ്റെ അവസ്ഥ, അതിൻ്റെ നേരെ നാം കാണിക്കേണ്ട ആദരവ് കൊടുക്കാൻ വിസമ്മതിക്കുന്ന മുഹൂർത്തത്തിലൊക്കെ രോഷാകുലനായി തീരുന്ന ധർമ്മരോഷം അനുഭവിക്കുന്നൊരു സാനമാസ്റ്ററുണ്ട്. ഈ തരത്തിൽ ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ സൂക്ഷ്മതകളിലേക്ക് നോക്കാനുള്ള ഉദ്യമമാണ് ഈ കൃതി എന്ന് ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. സാനമാസ്റ്ററുടെ വളരെ പ്രസിദ്ധങ്ങളൊന്നുമല്ലാത്ത അസംബ്ലി പ്രസംഗങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. വനനശീകരണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ, സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ ധീരമായി വളരെ ശക്തമായി യുക്തിപൂർവ്വം സാനമാസ്റ്റർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടാവുന്ന വിവരങ്ങളൊന്നുമല്ല. അവിടെയൊക്കെ ലഭിക്കുന്ന സാനമാസ്റ്ററുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തെ വളരെ വളരെ ദീപ്തമായി, വളരെ മനോഹരമായി, ഹൃദ്യമായി വായിക്കാൻ യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു ആർഗളമായ സ്വഭാവത്തോടുകൂടി ഈ കൃതി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കേണ്ട കാര്യമില്ല. ഒരു ജീവചരിത്ര ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ഒരു സാങ്കത്യം ഈ പുസ്തകത്തിനുണ്ട്. അത് ഒരു വ്യക്തിയുടെ ജീവിതകഥ പറഞ്ഞു പോകൽ മാത്രമല്ല,
ഒരു ദീർഘമായ ജീവിതത്തിലൂടെ താൻ ജീവിതത്തിൽ ഫലിപ്പിച്ചെടുത്ത മൂല്യങ്ങൾ എങ്ങനെ ആ ആത്മാവിൻ്റെ സൗരഭ്യമായി തീരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. ഈ മാനുഷിക മൂല്യങ്ങളുടെ സൗരഭ്യം ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത ഞാൻ വിചാരിക്കുന്നു. സാനി മാസ്റ്ററുടെ മുമ്പിൽ ഒരു ശിഷ്യൻ അർപ്പിക്കുന്ന ഗുരുദക്ഷിണയായി ഈ പുസ്തകം എന്നും സ്വീകരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് ജസ്റ്റിസ് ശ്രീ സിരിജഗൻ അവരുടെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ KG അവരുടെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തുമായ ശ്രീ പ്രേമചന്ദ്രൻ, എനിക്ക് പിതൃസമാനനായ സാനുമാഷ്, പ്രൊഫസർ തോമസ് മാത്യു സാർ, ഡോക്ടർ KG പൗലോസ്, ഡോക്ടർ വിനോദ് കുമാർ, ശ്രീ PP രാജൻ, ശ്രീ MK ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട സുമാരൻ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, സുഹൃത്തുക്കളെ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞാനൊരു പകരക്കാരനാണ്. 13-ാം തീയതി രാത്രി പ്രേമചന്ദ്രൻ എന്നെ ഫോൺ ചെയ്ത് വളരെ ക്ഷമാപണത്തോടുകൂടി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, വേറെ ആരെ വേണം എന്ന് തിരക്കിയപ്പോൾ സാനുമാഷ് പറഞ്ഞു. സാനുമാഷ് എപ്പോഴും ജസ്റ്റിസ് എന്ന് എന്നെക്കുറിച്ച് പറയാറ്. ജസ്റ്റിസിനെ വിളിച്ചാൽ മതി, അദ്ദേഹം വരുമെന്ന്. അപ്പോൾ പ്രേമചന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആളിന് പകരം വിളിക്കുമ്പോൾ അദ്ദേഹം വരുമോ? അപ്പോൾ സാനുമാഷ് പറഞ്ഞു, ജസ്റ്റിസിനെ വിളിച്ചാൽ മതി, അദ്ദേഹം വരും. ആ വാചകം തന്നെയാണ് സാനുമാഷും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം. ഞാൻ സാനുമാഷെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹവുമായി ആദ്യം പരിചയപ്പെടുന്നത് 1970-ലാണ്. അന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നേക്കാൾ 18 വയസ്സിന് ഇളയ ഒരു അനിയനും സാനുമാഷിൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ വാടകക്കാരായി താമസിച്ചിരുന്നു. അന്നു തൊട്ട് തുടങ്ങിയതാണ് ഞാനും സാനുമാഷും തമ്മിലുള്ള ബന്ധം. അന്ന് എൻ്റെ അനിയനെന്ന് പറഞ്ഞ ആളിന് 1 വയസ്സിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. ഈ സാനുമാഷ് വീട്ടിലുള്ളപ്പോഴെല്ലാം ഈ എൻ്റെ അനിയൻ സാനുമാഷിൻ്റെ തൂളിലായിരുന്നു സ്ഥിരം. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം.
അങ്ങനെയുള്ള ഒരു ബന്ധം തുടരുമ്പോൾ സാനുമാഷിൻ്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമായി ഞാൻ കരുതുന്നു. എൻ്റെ അഭിപ്രായത്തിൽ സാനുമാഷിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഏട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പല പുസ്തകങ്ങളിലും കാണുന്നില്ല, ഇൻക്ലൂഡിങ് ശശീന്ദ്രൻ്റെ ബുക്കിൽ. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. ഇത് പറഞ്ഞത് ബാംഗ്ലൂരിലൊരു ലോ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഒരു ഫംഗ്ഷനിൽ പറഞ്ഞ ഒരു പ്രസംഗത്തിലാണ് ഞാനിത് കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഈ നിയമത്തിലെ ഈ ലെക്ചറായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു സെമിനാറിന് വേണ്ടി അദ്ദേഹം കൽക്കട്ടയിൽ പോകേണ്ടി വന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് മദർ തെരേസയുമായി പരിചയപ്പെടുത്തി. അപ്പം മദർ തെരേസ അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഡു യു ഡു സൺ? അദ്ദേഹം പറഞ്ഞു, ഐ എം എ ടീച്ചർ മദർ. ഗുഡ്. വാട്ട് ഡു യു ടീച്ച്? ഐ ടീച്ച് ലോ. സൺ, ടീച്ച് എത്തിക്സ് എന്ന് മദർ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിച്ചു, സൺ, ഡു യു നോ വാട്ട് ഈസ് എത്തിക്സ്? അപ്പോൾ ഈ വൈസ് ചാൻസലർ അദ്ദേഹം വിചാരിച്ചത് ഇപ്പോൾ മദർ തെരേസ ബൈബിളിലെ കുറച്ച് സൂക്തങ്ങളൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, എത്തിക്സ് മീൻസ് ഹാവ് കൺസേൺ ഫോർ അതേഴ്സ്. ഹാവ് കൺസേൺ ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ കരുതലുണ്ടാകണം എന്ന്. ഞാൻ അത് പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ എനിക്കത് വളരെ ശരിയാണെന്ന് തോന്നി. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഒരു പ്രൊഫഷണൽ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എത്തിക്സിനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷെ ഇത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ സത്യമായിട്ട് തോന്നി. കാരണം ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന പേഷ്യൻറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് കരുതലുണ്ടെങ്കിൽ അദ്ദേഹം ധർമ്മത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ തന്നെയാണ് എൻജിനീയർ ആയാലും വക്കീലായാലും ഏത് വിധത്തിലും ഈ നമ്മൾ ഇടപെടുന്ന ആൾക്കാരിൽ നമുക്ക് കരുതലുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ ഒന്നും ചെയ്യുകയില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് സാനുമാഷിൻ്റെ ഒരു അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വ്യക്തി വിശേഷത്തെക്കുറിച്ചാണ്. അതായത് ഇത് തന്നെയാണ് മറ്റുള്ളവരിലുള്ള കരുതൽ. ഞാൻ സാനുമാഷും ആയി അതിലൊന്നിൽ തോമസ് മാത്യു സാറുമുണ്ട്, 2 ചാരിറ്റബിൾ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളാണ്. ഇത് 2 എണ്ണമാണ്. ഈ മാഷിന് ഈ ചാരിറ്റബിൾ പല സൊസൈറ്റികളും ആയിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിവിശേഷത്തെക്കുറിച്ച് വളരെ ഒന്നും എഴുതി ഞാൻ കണ്ടിട്ടില്ല. ഈ സാനുമാഷും ഞാനും പല വേദികളിലും ഒന്നിച്ചിരുത്തിട്ടുണ്ട്. അതിലൊന്നും അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിവിശേഷത്തെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ സാനുമാഷ് ഈ ഞാൻ 2 സംഘടന എന്ന് പറയുന്നത്, ഒന്ന് തൃശ്ശൂരിലുള്ള സ്വലസ് എന്ന സംഘടന, ഷീബ അമീർ എന്ന വീട്ടമ്മ തുടങ്ങി ഒരു
ഇപ്പോൾ 17 വർഷമോ മറ്റോ ആയി വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന, അതായത് 10,000 ക്യാൻസർ തുടങ്ങിയ ദീർഘകാല ചികിത്സ ആവശ്യമുള്ള രോഗങ്ങൾ ഉള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഇത്. ഒരു 3000 കുട്ടികളെ ഇപ്പോൾ അവർ സഹായിക്കുന്നുണ്ട്. അതിൽ അവർക്ക് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് മരുന്നും മാത്രമല്ല ജീവിക്കാൻ ആവശ്യമായ സംഗതികളും എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് സ്വലസ്. അതുപോലെ തന്നെയാണ് ഈ ആലുവ തോട്ടുമുഖത്തുള്ള പാർവതി അയ്യപ്പൻ അവർ തുടങ്ങിയ ശ്രീനാരായണഗിരി, അവിടെയും ഞങ്ങൾ രണ്ടും ഒന്നിച്ച് അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സാണ്. ഈ വ്യക്തിവിശേഷം കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വരണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇതിൽ കൂടുതൽ ഈ സാനുമാഷിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അത് ഈ സമയപരിധി മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി ഇത് ആരെങ്കിലും ഈ സാനുമാഷിൻ്റെ ജീവചരിത്രം എഴുതിയാൽ ഇതിനു കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാനുമാഷിൻ്റെ ചെറുതെങ്കിലും ഈ വളരെ സംക്ഷിപ്തമായ ഒരു ജീവചരിത്രം എഴുതാൻ ഉള്ള ധൈര്യം കാണിച്ച ശശീന്ദ്രന് അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തത് ഡോക്ടർ KG പൗലോസ്. ഏറ്റവും സമാദരണീയനായ നമ്മുടെ എല്ലാം അഭിമാനവും അഹങ്കാരവുമായ സാനുമാഷ്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രൻ, ഈ പുസ്തകം പരിചയപ്പെടുത്തിയ പ്രൊഫസർ M. തോമസ് മാത്യു, പുസ്തകം പ്രകാശനം നിർവഹിച്ച സമാരാധനായ ജസ്റ്റിസ് ശ്രീ S. ശ്രീഗജൻ, ആശംസ അർപ്പിക്കുന്ന വിനോദ് കുമാർ, ഈ പുസ്തകം രചിച്ച എൻ്റെ സുഹൃത്ത് ശ്രീ MK ശശീന്ദ്രൻ, എൻ്റെ മുൻപിലിരിക്കുന്ന ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകരായ സുഹൃത്തുക്കളെ, ഞാൻ വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരെയും പോലെ തന്നെ ഈ ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുകയും ആ പുസ്തക പ്രകാശനം നൽകുന്ന ആഹ്ലാദം നിങ്ങളോടൊപ്പം പങ്കിടുകയും ചെയ്യുക എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ തോമസ് മാസ്റ്റർ പറഞ്ഞതുപോലെ മലയാളത്തിൽ ജീവചരിത്ര രചന എന്നതൊരു സാഹിത്യമാണ് എന്ന് തെളിയിച്ച ഒരാചാര്യനാണ് സാനുമാഷ്. ഇതിപ്പോൾ സാനുമാഷെ പറ്റി ഒരു ജീവചരിത്രം എഴുതുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഇതിനു മുൻപ് ജീവചരിത്രങ്ങളും കഥകളും കാര്യങ്ങളും എല്ലാം അറിയാം, നമുക്ക് ധാരാളം വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഇവിടെ ശശീന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഒന്ന്, അതൊരു ഗുരുദക്ഷിണയാണ്. അതിൻ്റേതായ മഹത്വവും അതിൻ്റേതായ പ്രാധാന്യവും അതിനുണ്ട്. രണ്ട്, അത് പുതിയ പല ഉൾക്കാഴ്ചകളും നമുക്ക് നൽകുന്നു എന്നതാണ്. മാഷ ജീവചരിത്രത്തെ പറ്റി, ഇപ്പം മാഷയെ പറ്റി ഇങ്ങനെ ധാരാളം ഇങ്ങനെ എഴുതി ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചുരുക്കത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് മാഷയെ പറ്റിയുള്ളൊരു ചിത്രം കിട്ടാൻ
മിക്കവാറും മാഷ് ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ടൊരു ചിത്രം കിട്ടാൻ സഹായിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാനതിന് അഡ്വക്കേറ്റ് എം. ശശീന്ദ്രനെ ഹാർദമായി അനുമോദിക്കുന്നു. ഈ ഗുരുദക്ഷിണ നൽകിയാൽ ലഭിക്കുക അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അദ്ദേഹത്തിന് ആവോളം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊണ്ട് അവതാരികയിൽ തോമസ് മാർക്ക് സാർ പറഞ്ഞിരിക്കുന്നത് സൗമ്യവും ധീരവുമായ ജീവിതത്തിൻ്റെ കഥ. ഈ 2 വാക്കിൽ കഴിഞ്ഞുമല്ല. സൗമ്യം സൈനമാഷിനെ സംബന്ധിച്ച് പറയേണ്ടതെല്ലാം ഈ 2 വാക്കിൽ കഴിഞ്ഞു. സൗമ്യം, ധീരം. അതെങ്ങനെയാണെന്ന് അദ്ദേഹം ഇവിടെ വിവരിച്ചു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ വേറെ 1-2 ചെറിയ കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശശീന്ദ്രൻ വിവരിച്ചിരിക്കുന്ന സാനു മാഷിൻ്റെ ബാല്യകാലം എന്നെ വല്ലാതെ ആകർഷിച്ച, ഒരുപക്ഷെ അസൂയപ്പെടുത്തിയ ഒരു ബാല്യകാലം മാഷക്കുണ്ടായിരുന്നു. മാഷ് ഇന്നിങ്ങനെ ആയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ ബാല്യകാലം കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 80 വർഷം മുൻപ് മാഷക്ക് കിട്ടിയ ആ ബാല്യകാലം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായതും എന്ന് തെളിയിക്കുന്നൊരു ബാല്യകാലമാണ് മാഷക്കുണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു ഗ്രാമത്തിൽ ജനിക്കുന്നു. ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ മംഗലത്ത് തറവാടെന്നുള്ളത് വളരെ പ്രസിദ്ധമായ തറവാടാണ്. വലിയ കൂട്ടുകുടുംബമാണ്. ധാരാളം ആളുകൾ എപ്പോഴും അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു വന്ന് അവിടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. മംഗലത്ത് തറവാട്ടിൽ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിച്ച മുറി, അദ്ദേഹത്തിനോട് ഒരുക്കിയ മുറി വളരെ പാവനത്വത്തോടു കൂടി തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആർ സുഗതൻ, പി കേശവദേവ് ഇതുപോലുള്ള ആളുകൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന 80 വർഷം മുൻപുള്ള ഒരു വലിയ തറവാട്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മാഷിയുടെ അച്ഛനാണ്. അച്ഛൻ ടൗണിൽ, ആലപ്പുഴ ടൗണിൽ ശവക്കോട്ട പാലത്തിനടുത്ത് ഒരു ജൗളിക്കട കേശവൻ. ഈ മകനും അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധം, പലപ്പോഴും ഈ മകനെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ കടയിലേക്ക് പോകും. അവരിങ്ങനെ ഈ സമുദ്ര തീരത്തോടെ മണലത്തിട്ടുകളിലൂടെ ഇങ്ങനെ നടക്കും. ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏത് മഹാത്മാഗാന്ധിയെ പറ്റി പറയേണ്ട ഒരു സന്ദർഭം വരുന്നു. അച്ഛൻ ചോദിക്കുന്നു. മഹാത്മാഗാന്ധിയെ പറ്റി ഈ കുട്ടിക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു. വളരെ രസകരമായി കുട്ടി ഇത് കേൾക്കുന്നു. കേൾക്കുക മാത്രമല്ല, എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ചൊല്ലിക്കൊടുക്കുന്നു, കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കുന്നു. ഒരു ദിവസം കുട്ടി ഇങ്ങനെ വന്ന് ചോദിക്കുന്നു, ഇവിടെ ശവക്കോട്ട പാലത്തിൻ്റെ അടുത്ത് അവിടെ ചോര എങ്ങനെ കിടക്കുന്നു, ഒരു തൊഴിലാളിയെ വെടിവെച്ചു കൊന്നു. എന്തിനാണ് ഈ പോലീസുകാർ തൊഴിലാളിയെ വെടിവെച്ചു കൊല്ലുന്നത്? അപ്പോൾ പോലീസുകാർ തൊഴിലാളിയെ വെടിവെച്ചു കൊല്ലുന്നതിൻ്റെ പശ്ചാത്തലം പറയുകയാണ്. ഇവിടെ ഫാക്ടറികളുണ്ട്, ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ ജീവിതം വളരെ കഷ്ടം പിടിച്ചതാണ്. അവർക്ക് ശമ്പളം കിട്ടാറില്ല, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതൊക്കെ സഹിച്ച് അവരിങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ തങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ പോലീസുകാരെ കൊണ്ടുവരികയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്നലെ നടന്ന ഒരു വെടിവെപ്പിൽ മരിച്ച തൊഴിലാളിയുടെ രക്തമാണ് അവർ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം നേരിട്ട് പറയല്ല, രാഷ്ട്രീയത്തിൻ്റെ കത്ത് പറയുകയല്ല. ആ കുട്ടി വളരുന്ന സാഹചര്യം, ആ സാഹചര്യത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി ജാതിക്കെതിരായ ധാരാളം സംഭവങ്ങൾ, ഈ അയിത്തവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ടാകുന്ന വേർതിരിവ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയെല്ലാം ഈ കുട്ടിയോടിങ്ങനെ
ഉപദേശിച്ച് ഈ കുട്ടിയുമായി നടന്ന് കുട്ടി അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു 11 വയസ്സുകാരൻ ഒരു കുട്ടി, ആ അച്ഛൻ നൽകിയ വിദ്യാഭ്യാസം, അച്ഛൻ നൽകിയ പ്രചോദനം തീർച്ചയായും ഇന്നത്തെ സാനു മാഷ് വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ ശശിധരൻ ആ ബാല്യകാലത്തെ പറ്റി എഴുതിയ അധ്യായങ്ങൾ വായിച്ചത് വളരെ അസൂയയോടെയാണ്. അസൂയയോടെ എന്ന് പറയാൻ കാരണം, നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും 80 വർഷം മുൻപ് നമ്മുടെ ഒരു നാട്ടിൻ പുറത്തെ കുട്ടിക്ക് കിട്ടിയിരുന്ന ഈ സൗഭാഗ്യം ഇന്ന് കിട്ടുന്നുണ്ടോ? നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ കൊടുക്കുമോ? ഇത് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യാസവും നമ്മളുടെ മാറ്റവും ജീവിതത്തെപ്പറ്റി നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന മനോഭാവങ്ങളുമൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമ്മൾ അറിയുക. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ മനോഭാവം മറ്റു തരത്തിലാണ് വരുന്നതെങ്കിൽ അവർക്ക് ആ മനോഭാവം ഉണ്ടാക്കിയതിനുള്ള സാഹചര്യങ്ങൾ അവരുടെ കുട്ടിക്കാലം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ പക്ഷേ മാഷെ ജീവിതത്തിലൊരു വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ സംരക്ഷണയിൽ കഴിയാൻ ഏറെക്കാലം മാഷക്ക് സൗഭാഗ്യം ലഭിച്ചില്ല. അച്ഛന് രോഗം വരുന്നു, അച്ഛൻ ഇല്ലാതെയാകുന്നു. പിന്നീട് ഉള്ള ജീവിതം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ ഇതിൽ വളരെ കഷ്ടപ്പെട്ട കൂട്ടുകുടുംബത്തിൽ നിന്നെല്ലാം പിരിഞ്ഞ് ഒറ്റപ്പെട്ട അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമായി പിന്നീട് മാറുന്നു. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത് ശശിധരൻ ഇങ്ങനെ ആ ബാല്യകാലത്തെ വർണ്ണിച്ചിരിക്കുന്നത് ഈ അച്ഛനും മകനും കുടുംബ ബന്ധങ്ങളും മറ്റ് കുടുംബത്തിൽ വന്നു പോകുന്ന ആളുകളും ഇപ്പോൾ സുഗതനൊക്കെ കുടുംബത്തിൽ വരുന്നു, അവരൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഈ കുട്ടി വളരുന്നു. അങ്ങനെ വളരെ അനുഗ്രഹീതമായ വളരെ ഉത്തേജകമായ ഒരു ബാല്യകാലം ആണ് മാഷുണ്ടായിരുന്നത്. ഇന്നത്തെ മാഷ് സൃഷ്ടിക്കുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ ആ ബാല്യകാലവും പ്രത്യേകിച്ച് അച്ഛൻ്റെ കരുതൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് പറയാൻ തോന്നുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഈ പുസ്തകത്തെ നിർത്തി മാത്രം ഞാൻ പറയാണ്ട് പൊതുവെ എനിക്ക് പോകും. രണ്ടാമത്തെ കാര്യം, ഈ മറ്റേ ശശീന്ദ്രൻ ഇതിന് പേരിട്ടിരിക്കുന്നത് അധ്യാപക വിസ്മയം എന്ന് പറഞ്ഞിട്ടാണ്. മാഷിലുള്ള അധ്യാപകനെ പറ്റിയാണ് വളരെ കാര്യമായിട്ട് വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വളരെ കൗതുകം തോന്നിയ ഒരു അധ്യായമാണ് അത്. ഈ സാനുമാഷ് എന്ന അധ്യാപകനെ നമ്മൾ ഏത് തരത്തിലാണ് പെടുത്തുക? സാനുമാഷ് റിട്ടയർ ചെയ്ത കാലം ഏതാണെന്ന് ഇപ്പം തന്നെ മാഷിക്ക് തന്നെ അറിയുണ്ടാവില്ല. പക്ഷെ ഈ നിമിഷവും മാഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് നമ്മുടെ സമൂഹത്തിൽ പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഈ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മാഷ് നമ്മുടെ മുൻപിൽ ഒരു അധ്യാപകനായി നിൽക്കുന്നത് എന്നത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അധ്യാപകൻ ആചാര്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ പേരുകളുണ്ട്, മുൻപ് ഉള്ള ചില പേരുകളുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ സമാരാധനായിരിക്കും നമ്മുടെ KP നാരായണ പിഷാരടി. ഇത് ഇപ്പോഴില്ല. കാര്യം നമ്മളെല്ലാവരും ആചാര്യസ്ഥാനത്ത് ഈ ആദരിക്കുന്ന ഒരാളാണ് KP നാരായണ പിഷാരടി. ഈ KP നാരായണ പിഷാരടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു അനുഭവം KP ശങ്കരൻ പറയുന്നത്. അന്ന് കേരളവർമ്മ കോളേജിലെ അധ്യാപകനാണ് നാരായണ പിഷാരടി മാഷ്. അവിടെ വളരെ ജൂനിയറായിട്ട് വന്ന ആളാണ് KP ശങ്കരൻ. അപ്പോൾ ശങ്കരൻ മാഷ് നാരായണ പിഷാരടി മാഷ് ഇങ്ങനെ ഗുരുനാഥനായിട്ട് ഇങ്ങനെ അംഗീകരിച്ച് അവരങ്ങനെ സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചാണ്. ഇന്നത്തെ പോലെ പ്രൊഫസർക്ക് വേറെ മുറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2-3 കുട്ടികൾ വന്നു. പുറമെ ഏതോ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. അവർ ഈ മറ്റേ ശങ്കരൻ മാഷോട് KP ശങ്കരൻ മാഷോട് എന്തൊക്കെയോ സംസാരിച്ചു.
അദ്ദേഹം ഒരു പ്രതികൂലമായ രീതിയിലാണ് മറുപടി പറഞ്ഞത്. ഈ കുട്ടികൾ നിരാശരായി മടങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഷാൻഡി മാഷ് ശങ്കരനെ വിളിച്ചു, ശങ്കര ഒന്നുകൂടി വരിക, എന്താ കുട്ടികൾ പറഞ്ഞേ? അപ്പോൾ ശങ്കരൻ പറഞ്ഞു, എൻ്റെ ഭാഷ അവർക്ക് ഒരു വായനശാല, നാട്ടിൻപുറത്ത് അവിടെയുള്ള ഒരു വായനശാലയാണ്, അവർക്ക് അവിടെ ഒരു വാർഷികത്തിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഭാഷ ആകെ ഒരു ശനി ഞായറാണ് ഒഴിവുള്ളൂ, ഞാൻ വലഞ്ഞു വല്ലാതെ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ കോളേജുകളിലേക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഷാൻഡി മാഷ് ചോദിച്ചു, നീ ശങ്കരൻ മാഷെന്ന് സർവീസിൽ കയറിയിട്ടുള്ളൂ കേട്ടോ, അല്ല ശങ്കര, ഈ വന്ന കുട്ടികൾ പറഞ്ഞത് മാഷെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒന്ന് വേലി കെട്ടി തരണം ഒരു പറമ്പിന് എന്നോ പറ്റിയാണോ ചോദിച്ചത്? ശങ്കരന് മനസ്സിലായില്ല, ശങ്കര മാഷക്ക് മനസ്സിലായില്ല. അവര് വന്നത് ശങ്കരന് ചില കാര്യങ്ങൾ അറിയാം, അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം, കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവർ ശങ്കരൻ്റെ അടുത്ത് പോകുന്നത്. ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചേ? സർക്കാർ തരുന്ന ശമ്പളം മേടിച്ചുകൊണ്ട് സിലബസ് പഠിപ്പിക്കാന്നാ? അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പഠിപ്പിക്കാനുള്ള ആളാണ്. ആരും ഒന്ന് ചോദിച്ചാലും അറിയാവുന്ന കാര്യം അപ്പോൾ പറഞ്ഞു കൊടുക്കണം, അറിയാൻ മേലാത്ത കാര്യം പുസ്തകം നോക്കി വന്നിട്ട് ഞാൻ നാളെ പറയാമെന്ന് പറയണം. ഒരു അധ്യാപകന്റെ മുൻപിൽ ഈ സമൂഹത്തിൽ ആരെങ്കിലും അറിവ് ചോദിച്ചുകൊണ്ട് വന്നാൽ വയ്യ എന്ന് പറഞ്ഞു വിടാനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ട് ശങ്കരൻ ഒരു കാര്യം ചെയ്യുക, ആ കുട്ടികളെ വിളിക്കുക. ശങ്കരൻ മാഷ് ഇത് ശങ്കരൻ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കാര്യം പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശങ്കരൻ മാഷ് കുട്ടികളെ വിളിക്കുകയും അവരെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ മീറ്റിങ്ങിന് പോവുകയും പിന്നീട് ശങ്കരൻ മാഷ് പറഞ്ഞത്, ശങ്കരൻ മാഷ് പിന്നീട് നമ്മുടെ ട്രെയിനിങ് കോളേജിൽ മൈസൂർ അവിടെയൊക്കെ ടീച്ചറായിട്ടാണ്, വലിയ പ്രൊഫസറായിട്ടാണ്. പക്ഷേ ശങ്കരൻ മാഷക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അധ്യാപക ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ അനുഭവമായിരുന്നു എന്നാണ്. സമൂഹത്തെ പഠിപ്പിക്കുക, സമൂഹത്തിന് വിജ്ഞാനം വിതരണം ചെയ്യുക എന്നത് തങ്ങളുടെ കടമയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു അധ്യാപക സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എവിടെയും എപ്പോഴും എന്ത് കഷ്ടപ്പാട് സഹിച്ച് അത് നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു, ഒരു അധ്യാപക സമൂഹം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ആ അധ്യാപക സമൂഹം ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു എന്നതുകൊണ്ടാണ് ഞാനിത് ഈ വംശനാശം വരുന്ന ഒരു അധ്യാപക സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് മാഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ വായനശാല പ്രവർത്തകർ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പരിപാടികളൊക്കെ നടത്താത്ത? എൻ്റെ മാഷെ ആരെ വിളിക്കുക, എവിടെന്നാ കിട്ടുക? പണ്ടാണെങ്കിൽ മഹാരാജ് കോളേജിലേക്ക് ഇല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിലേക്ക് ഇല്ല, അവിടെ സാരമാഷുണ്ട്, ലീലാ ടീച്ചറുണ്ട്, തോമസ് മാത്യു ഉണ്ട്, ഉണ്ട്, ആരെങ്കിലും വിളിച്ച് കൊണ്ടുപോകാം, കിടക്കും. ഇപ്പം എവിടെ ചെന്നാലേ കിട്ടുക? ഇനി ആരെങ്കിലും കിട്ടിയെന്നിരിക്കട്ടെ, ഈ കിട്ടിയ ആളുകൾക്ക് അവർ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നീല സന്ദേശവും ഒക്കെ അല്ലാതെ, കേരളവാണിയെ അല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സദസ്സിന്റെ മുൻപിൽ വന്നിട്ട് അരമണിക്കൂർ അവരെ അടക്കിയിരുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റാത്തത്, ഞങ്ങൾ പരിപാടികൾ നടത്താത്തത് എന്ന് വളരെ വിഷമിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ പലപ്പോഴും സാനിമാഷും ആയിട്ട് പല സന്ദർഭങ്ങളിലും മീറ്റിങ്ങുകളിൽ ഞങ്ങളെങ്ങനെ പ്രസംഗകർന്നോ എന്നൊക്കെ പറയാവുന്നതിൽ ഒന്നിച്ചിങ്ങനെ പല സ്ഥലത്ത് ഞങ്ങൾ പോകേണ്ടി വരാറുണ്ട്, പല സ്ഥലത്തും പോകാറുണ്ട്. മാഷ് ഒരു മീറ്റിങ്ങിന് പോകാൻ കാണിക്കുന്ന ഉത്സാഹം, ഞങ്ങളൊരു
കുറേ നാളുകൾക്ക് മുമ്പ് ഈ ഏഴക്കരനാട് ഒരിടത്ത് ഒരു ഗ്രാമമാണ് ഒരു മീറ്റിങ്ങിന് പോയി. ഈ മീറ്റിംഗ് സംഭവിക്കുന്നത് വെച്ചാൽ മാഷെ ഏതെങ്കിലും ശിഷ്യം വന്നിട്ടാണ് ഈ വിളിക്കുക. അപ്പോൾ ഈ ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ഏൽക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇതേ ഉള്ളൂ അവിടെ ഇരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കരണ്ടൊക്കെ പോയി. അവിടുത്തെ കരണ്ട് പോയി. പിന്നെ ഒരു പെട്രോമാക്സ്, പിന്നെ ഈ ഭാഗ്യത്തിന് മൈക്ക് ഉണ്ടായിരുന്നു. അത് അവർ ഈ ബാറ്ററി വെച്ചിട്ടോ മറ്റേ എന്തോ വെച്ചു. ഏതാണ്ട് ഒരു 11 മണി വരെ, രാത്രി 11 മണി വരെ ഞങ്ങൾ ആ നാട്ടിലങ്ങനെ കുടുങ്ങി ശരിക്കും. അത് കഴിഞ്ഞ ഒരു തരത്തിൽ അവിടെ നിന്ന് പോന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഞാനിതൊക്കെ ആദ്യമായിരുന്നു, ഈ പടി തുടങ്ങുന്ന ആദ്യമായിരുന്നു. മാഷി പിന്നെ അപ്പം പോരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആകെ ബുദ്ധിമുട്ടായി, എന്തൊരു കഷ്ടപ്പാടാണെന്ന് ഈ നാട്ടിൻപുറത്ത് പോയിക്കൊണ്ട് നമുക്ക് സഹിക്കേണ്ടി വന്നത്. അപ്പോൾ മാഷനോട് പറഞ്ഞതിനാണ് മാഷ് പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത്, നമ്മളവിടെ ചെന്നതുകൊണ്ട് അവർക്ക് സന്തോഷമായില്ലേ. നമ്മൾ പറയുന്നതനുസരിച്ച് ഒരു പ്രബുദ്ധരാകുമോ ഇല്ലയോ എന്നൊന്നും വിചാരിക്കണ്ട. കാരണം പ്രബുദ്ധത എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല അവർക്കും ഉണ്ട്. അവരുടെ പ്രബുദ്ധത നമുക്കറിയില്ല എന്നേ ഉള്ളൂ. മാത്രമല്ല അവർക്കൊരു സന്തോഷം ഉണ്ടായില്ലേ. പിന്നെ എന്നെ ക്ഷണിച്ച എൻ്റെ ഒരു വിദ്യാർത്ഥി ചെന്ന് നാട്ടിൽ ചെന്നൊരു പ്രവർത്തനം നടത്തുകയാണ്. ആ നടത്തുന്ന പ്രവർത്തനത്തിന് ഞാൻ ചെന്നവനെ സഹായിക്കേണ്ടത് എൻ്റെ ജോലിയല്ലേ. ഇത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഞാൻ പറയുന്നത് വെച്ചാൽ ഈ അധ്യാപകൻ എന്ന് പറയുന്ന പദത്തിൻ്റെ, അധ്യാപകന്റെ ഒരു പ്രവൃത്തിയുടെ വൈപുല്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ, കരിപ്പാട് കരുനാഗപ്പള്ളി അപായസ്ഥ ഒരു മീറ്റിങ്ങിന് ഇതുപോലെ പോയി. അപ്പോൾ രാവിലെ തന്നെ ഇവിടുന്ന് പോയി. 7 മണിക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് പോയി. ഞങ്ങൾ ആലപ്പി KTDC എന്നൊക്കെയാണ് 2 ഇഡ്ഡലിയൊക്കെ കഴിച്ച്. അപ്പോൾ അത്ര നേരത്തെ പോയി. അവിടെ പോയി മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു മീറ്റിംഗ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോന്നു. രാത്രിയായി. അപ്പോൾ രാത്രി മടങ്ങിപ്പോന്ന് ഞാൻ ഈ എറണാകുളത്ത് എത്താറാകുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ മാഷോട് ചോദിച്ചു, എൻ്റെ മാഷെ ഒരൊറ്റ ദിവസം കംപ്ലീറ്റ് പോയി എന്ന്. രാവിലെ എഴുന്നേറ്റ് പോയതാണ്, 6 മണിക്ക് എഴുന്നേറ്റ് പോയതാണ്, കംപ്ലീറ്റ് പോയി. ഇനി ഇതിൻ്റെ ക്ഷീണം കൊണ്ട് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ ഒരു പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ കഷ്ടപ്പെട്ടതാണിത്. മാഷ് ഇപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു. മാഷ് പറയുന്നത് നമ്മൾ ചെന്നതുകൊണ്ട് അവർക്കുണ്ടായൊരു സന്തോഷം, നമ്മളെ കേൾക്കാൻ വന്നവർക്ക് ഉണ്ടായ ഒരാഹ്ലാദം, അതുണ്ടാക്കേണ്ടത്, അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. അതിനാണ് നമ്മൾ പോണത്. എന്ന് പറഞ്ഞാൽ ഈ 4 ക്ലാസ് മുറിയുടെ 4 ഭിത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അധ്യാപകൻ എന്ന ഒരു സങ്കല്പം അതിനെ ഭേദിക്കുകയും സമൂഹത്തിൽ എവിടെയും വിജ്ഞാനവുമായി പാഞ്ഞു ചെല്ലുകയും ചെയ്യുമായിരുന്ന ഒരു വലിയ അധ്യാപക സമൂഹം ഉണ്ടായിരുന്നു ഈ UGC മറ്റതൊക്കെ വരുന്നതിന് മുൻപ്. എവിടെയും ചെന്ന് ഏത് ചെറിയ മീറ്റിങ്ങിലായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും, അതായത് ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലത്തായാലും, ഈ വാഹനം പോലും ഉണ്ടാവില്ല ഈ അന്നൊക്കെ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പോകാനേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു കഥാച്ച 4 പേരെ ക്ഷണിച്ചിട്ടുണ്ടാവും. ഈ 4 പേരെ ക്ഷണിക്കുക, അവർക്ക് ഒരു വണ്ടി ഒരു ടാക്സിക്ക് എടുത്തിട്ടുണ്ടാകുക വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഈ 4 പേരുടെ വീട്ടിലും പറ വെച്ച് വന്നിട്ട് വേണം ഈ സമ്മേളന സ്ഥലത്തെത്താൻ. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ വന്നിട്ട് വേണം. എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചാലും ഈ സമൂഹത്തോട് നാം കടപ്പെട്ടിരിക്കുന്നുവെന്നും ആ സമൂഹത്തിന് ചെയ്യേണ്ട ഒരു ജോലി, ആ സമൂഹത്തോട് നമ്മുടെ പ്രതിബദ്ധത, അത് തീർക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നും വിശ്വസിച്ചിരുന്ന ഒരു അധ്യാപക സമൂഹം നമുക്കുണ്ടായിരുന്നു. ആ അധ്യാപക സമൂഹത്തിൻ്റെ ഏതാണ്ട് ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന, ആ തലമുറയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണ്